നമസ്കാരം. ലോകത്തെ എണ്ണയുടെയും ശക്തി സമത്വത്തിന്റെയും ഹൃദയമായി കണക്കാക്കപ്പെടുന്ന ഹോർമൂസ് കടലിടുക്ക് അടച്ചിരിക്കെ അമേരിക്കയും ഇറാനും തമ്മിലുള്ള സംഘർഷം ഇപ്പോൾ ഭീകരമായ വഴിത്തിരിവിലേക്ക് നീങ്ങുകയാണ്. ഈ സാഹചര്യത്തിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇറാനോട് വെറും 48 മണിക്കൂർ സമയം നൽകിയ അൾട്ടിമേറ്റം യുദ്ധത്തിന്റെ തീവ്രതയെ പുതിയ തലത്തിലേക്ക് ഉയർത്തിയിരിക്കുകയാണ്. ഹോർമൂസ് തുറക്കാത്ത പക്ഷം നരകം പെയ്യുമെന്ന ഭീഷണി ലോകത്തെ മുഴുവൻ ഉണർത്തിയിരിക്കുകയാണ്. 48 മണിക്കൂറിനകം യുഎസുമായി സമാധാന കരാർ ഉണ്ടാക്കിയില്ല എങ്കിൽ നരകം പെയ്തിറങ്ങുമെന്ന് ഇറാൻ അന്ത്യശാസനവുമായാണ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അവസാനം രംഗത്ത് വന്നത്. ഹോർമൂസ് തുറക്കാൻ ഇറാന് നീട്ടി നൽകിയ സമയപരിധി തിങ്കളാഴ്ച അവസാനിക്കാനിരിക്കെയാണ് മുന്നറിയിപ്പ്. ഇറാൻ വെടിവെച്ചിട്ട യുഎസ് വിമാനത്തിൽ നിന്ന് താഴേക്ക് ചാടിയ വൈമാനികനായി ഇറാന്റെയും യുഎസിന്റെയും സൈന്യങ്ങൾ തിരച്ചിൽ തുടരവെയാണ് പ്രസ്താവന പുറത്തു വന്നത്. കരാർ ഉണ്ടാക്കിയില്ല എങ്കിൽ ബോംബിട്ട് ഇറാനെ ശിലായുഗത്തിലേക്ക് പറഞ്ഞയക്കുമെന്ന് നേരത്തെ തന്നെ ട്രംപ് ഭീഷണി മുഴക്കിയിരുന്നു. അതേസമയം ഇറാനിൽ ഭരണകൂട മാറ്റമെന്ന് പറഞ്ഞ് യുദ്ധം തുടങ്ങിയവരിപ്പോൾ നിങ്ങൾ ഞങ്ങളുടെ പൈലറ്റിനെ കണ്ടോ എന്നുള്ളതിലേക്ക് പുരോഗമിച്ചിട്ടുണ്ടെന്ന് ഇറാൻ പാർലമെന്റ് സ്പീക്കർ മുഹമ്മദ് ഖാലിബാഫ് പരിഹസിച്ചു. ഇറാന്റെ നാവിക വ്യോമസേനകളെ തകർത്തു തരിപ്പണമാക്കിയെന്നും യുഎസ് യുദ്ധം ജയിക്കാറായെന്നും പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വീമ്പ് പറയുന്നതിനിടെയാണ് ഇറാന്റെ ഭാഗത്തു നിന്നുള്ള കനത്ത പ്രഹരം ഉണ്ടായിരിക്കുന്നത്. വിമാനം വെടിവെച്ചിട്ടത് ഇറാനുമായുള്ള നയതന്ത്ര ചർച്ചകളെ ബാധിക്കില്ല എന്ന് ട്രംപ് നേരത്തെ വ്യക്തമാക്കിയിരുന്നു.